السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. ആദരണീയരായ അധ്യക്ഷൻ, അതുപോലെ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, ബഹുമാന്യരായ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏറെ ഉപകാരപ്രദമായ ശ്രദ്ധേയമായ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കപ്പെട്ട വേദിയിൽ കേരളത്തിന്റെ അനുഗ്രഹീതരായ പ്രഭാഷകന്മാർ നമ്മൾ അഭിസംബോധനം ചെയ്യാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുദീർഘമായ ഒരു സംസാരത്തിനും ആശംസാ പ്രസംഗത്തിനും ഞാൻ മുതിരുന്നില്ല. ആദർശമമാനത്താണ് എന്ന ടൈറ്റിലിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു, ദീർഘനാളുടെ ഒരു പ്രചരണമൊന്നും ഈ സമ്മേളനത്തിന്റെ പിന്നിലില്ല. പക്ഷേ ദ്വീപിൽ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് മറ്റെല്ലാത്തിനേക്കാളും അവർ പ്രാധാന്യം കൊടുക്കുന്നത് അഹ്ലുസുന്നയുടെ പ്രോഗ്രാമുകൾക്കാണ്. വിശിഷ്യ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മഹാരഥന്മാരായ പണ്ഡിതന്മാരും പറയുന്ന വാക്കുകളെ അക്ഷരം പ്രതി സ്വീകരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നിടത്ത് സത്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളുള്ള കേരളത്തിലെ ആളുകൾക്ക് പോലും ചില വിഷയങ്ങളിൽ മോഡലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വഭാവവും സംസ്കാരവും ഇവിടെയുണ്ട് എന്നത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം തികയാനിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ നമ്മൾ സംഘടനകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഊർജ്ജസ്വലതയോടുകൂടെ 100ലേക്ക് എത്തിച്ചേരുന്ന പ്രസ്ഥാനങ്ങളെ ഒരുപക്ഷെ നമുക്ക് പരതയാൽ കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100ാമത് വാർഷിക മഹാസമ്മേളനത്തെ കുറിച്ച് ആലോചിച്ച് ഫെബ്രുവരിയിൽ ആ സമ്മേളനത്തിന്റെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ആലോചിച്ച് സ്വാഗത സംഘം ഉൾപ്പെടെ രൂപീകരിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. സത്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ആ ഒരു മനോഹരമായ സ്വഭാവം ദ്വീപിലും വിദേശ രാജ്യങ്ങളിലും മലയാളികൾ ഉള്ളിടത്തൊക്കെ ഇത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത മറ്റു സംഘടനകൾക്കിടയിൽ ഒരു സംഘടന രൂപീകരിക്കുകയായിരുന്നില്ല. മറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ മനോഹരമായ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ കൈമാറ്റമാണ് സമസ്ത നിർവഹിച്ചത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ദീർഘവീക്ഷണവും ആ മഹാനവറുകൾ പ്രഖ്യാപിച്ചപ്പോൾ അക്കാലത്തെ പണ്ഡിതന്മാർ അത് ഹൃദയം തുറന്നു സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് കേരളത്തിൽ ഈ സംവിധാനം വളർന്നു പന്തലിച്ചത്. ഇന്ന് സമസ്തയുടെ സംവിധാനത്തെ നെഞ്ചേറ്റുന്നതിൽ എല്ലാ ഘടകങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. എന്താണ് സമസ്ത നിർവഹിച്ചത്? ബിദഅത്തിന്റെ കടന്നുകയറ്റമുണ്ട് എന്ന് കാണുന്നിടത്തുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഇടപെടലാണ് വരക്കൽ തങ്ങൾ നിർവഹിച്ചത്. ഈ ഉമ്മത്തിന് സ്വഹാബത്തെ കാണിച്ചു തന്ന ഒരു ഖുത്ബ ഓതുന്ന ശൈലിയുണ്ട്, മഹാന്മാരെ തവസ്സുൽ ചെയ്യുന്ന ശൈലിയുണ്ട്, പരിശുദ്ധമായ ദീനിന്റെ സംവിധാനങ്ങൾക്ക് ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ വെള്ളം ചേർക്കുകയും പുതിയ രീതിയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് ചില ആളുകൾ കടന്നു വന്നത് അവരുടെ കയ്യിൽ നീണ്ട തസ്ബീഹമാലകളുണ്ട്, അവരുടെ തലപ്പാപ്പുകൾക്ക് വല്ല മനോഹാരിതയുണ്ട്, അവരുടെ താടിയും നല്ല മുഞ്ചും നല്ല സ്വഭാവമൊക്കെയുണ്ട്. അവര് ത്വരീഖത്തുകൾ എന്ന ടൈറ്റിലുകൾ കൊടുത്തുകൊണ്ട് കേരളീയ സമൂഹത്തെയും ദ്വീപുകളിൽ ഉൾപ്പെടെ പാർക്കുന്ന പാവപ്പെട്ട വിശ്വാസികളെയും മനോഹരമായ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നാലോചിച്ച് അത് കണ്ടെത്തിയപ്പോഴാണ് മഹാരഥന്മാരായ ഉലമാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചത്. അതിനാണ് അവർ മഹല്ലു സംവിധാനങ്ങൾ ഉണ്ടാക്കി SMF എന്ന പേരിൽ ഒരു സംവിധാനത്തെ
രൂപീകരിച്ചത്. അതിനാണ് യുവാക്കൾക്ക് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ മനോഹാരിത പകർന്നു കൊടുക്കാൻ സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലേക്ക് വിദഅത്ത് കടന്നു വരുമോ എന്ന് ഭയന്നപ്പോഴാണ് SKSSF എന്ന പഞ്ചാക്ഷരിക്ക് രൂപം കൊടുത്തത്. എന്നാൽ പ്രായമായി വളർന്ന് അല്ലെങ്കിൽ കുറച്ചൊക്കെ വയസ്സായതിനു ശേഷമല്ല ഇത് പഠിക്കേണ്ടത്. ഇളം പ്രായത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ അവർ പഠിച്ചു വളരണമെന്ന് ആലോചിച്ചപ്പോഴാണ് സമസ്തയും മഹാരഥന്മാരായ ബാഫഖി തങ്ങളും സയ്യിദന്മാരും കേരളത്തിലും കേരളേതര സംസ്ഥാനങ്ങളിലുമൊക്കെ മനോഹരമായ മദ്രസ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ വിദ്യാർത്ഥികൾ മുതൽ സഹോദരിമാര് മുതൽ എല്ലാവരിലേക്കും ഇസ്ലാമിന്റെ തനതായ ശൈലിയെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഇവിടെ ഉസ്താദ് സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, SNEC എന്ന പുതിയ വിദ്യാഭ്യാസ സംവിധാനം എന്തിനാണ് സമസ്ത അതിലേക്ക് കടന്നുപോയത്? 100ാം വാർഷികത്തിന്റെ ഉപഹാരമായി 100 വീടുകളല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുണ്ടാക്കാൻ സമസ്തക്ക് നിഷ്പ്രയാസം സാധ്യമാകുന്നിടത്ത് കേരളേതര സംസ്ഥാനത്തിന്റെ ഇസ്ലാമിക ചൈതന്യത്തെ കുറിച്ച് സമസ്ത പഠിച്ചു, മറ്റു രാജ്യങ്ങളെ കുറിച്ച് സമസ്ത പഠിച്ചു. ഈ വെളിച്ചം കേരളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഇത് വളർന്നു പന്തലിക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള വഴിവെട്ടി തെളിയിച്ചു കൊടുക്കലാണ് സമസ്ത നിർവഹിച്ചത്. കേരളേതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ മനോഹരമായ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയെ സമസ്ത വെട്ടി തെളിയിച്ചു കൊടുക്കുകയാണ്. SNEC ഇൻഷാ അല്ലാഹ് അതിന്റെ 2 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് അത്ഭുതകരമായ വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സുപ്രഭാതമുണ്ടായപ്പോ പലരും അതിനെ പിറകോട്ട് വലിക്കാൻ ശ്രമിച്ചുവെങ്കിൽ മഹാന്മാരായ ഉസ്താദുമാർ സാദാത്തുക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ഇന്ന് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തനങ്ങളുടെ 1ാം നിരയിലേക്ക് സുപ്രഭാതം വളർന്നതുപോലെ, അല്ലെങ്കിൽ ആനുകാലികമായി സമസ്ത സ്ഥാപിച്ചതൊക്കെ ഘട്ടം ഘട്ടമായി വളർന്നു പന്തലിച്ചതുപോലെ ഈ ആനുകാലികമായി കേരളത്തിന്റെയും ലോകത്തിന്റെയും ചുവരെഴുത്ത് വായിച്ച് സമസ്ത വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുമ്പോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ SNECയെ ലോകം സ്വീകരിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥിനികൾ ആ കാലഘട്ടത്തെ ജനതയെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ ഇസ്ലാമികമായി ഭൗതികമായി വിദ്യാഭ്യസിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്ന് ചോദിച്ചാൽ മഹാനായ തങ്ങളുടെ പ്രാർത്ഥനയാണ്, വരക്കല തങ്ങളുടെ പ്രാർത്ഥനയാണ്. ശംസുൽ ഉലമ എന്ന് പറയുന്ന ദ്വീപിലെ ജനതയുടെ നെഞ്ചു ചേർത്ത് വെച്ച് സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഉറക്കെ വിളിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമ എന്ന് വിളിക്കുമ്പോ ദ്വീപുകാർക്ക് അതൊരു രോമാഞ്ചമാണ്, അതവരുടെ ആവേശമാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ കയ്യിലുള്ള വടിമുത്താനാണ് ലോക പണ്ഡിതന്മാർ ശ്രമിച്ചതെങ്കിൽ ശംസുൽ ഉലമ ശ്രമിച്ചത് ഒരു സമസ്തക്കാരനാകാനാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആലങ്കാരികമായി പറയല്ല, അവിടുന്ന് കറാഹത്ത് ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെയാ. മഹാനായ ആത്തിപ്പറ്റ ഉസ്താദ് തന്റെ താടിരോമം പഠിക്കണം ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ കരഞ്ഞിട്ടുണ്ട്. ആ സൂക്ഷ്മതയുടെ പര്യായമായ മഹാനായ ആത്തിപ്പറ്റ ഉസ്താദ് ദുആ ചെയ്തത് ഞാനൊരു സമസ്തക്കാരനാകണമെന്ന് കൊതിച്ചുകൊണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പാതയിൽ അടിയുറച്ചു നിൽക്കണം. അതാണ് ആദർശം, അമാനത്ത് എന്നത്. ഞാൻ നിങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൊള്ളത്തരങ്ങളല്ല പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊള്ളത്തരങ്ങളല്ല പറയുന്നത്, ഖാദിയാനിസത്തിന്റെ ത്വരീഖത്തുകളുടെ അനാവശ്യ ത്വരീഖത്തുകളുടെ വ്യതിയാനങ്ങളല്ല പറയുന്നത്. ഈ പുതിയ മനുഷ്യർക്ക് അത് പഠിക്കാനുള്ള കരുത്തില്ല. പക്ഷെ ഇരിക്കുന്ന പണ്ഡിതന്മാർ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ലോകത്തോട് വിട പറയുമ്പോ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന സമയം വരെ തന്റെ കയ്യിലുള്ള തസ്ബീഹ് മാല ചേർത്ത് പിടിച്ച് ഈ ഉമ്മത്തിന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു തരുമ്പോ ശംസുൽ ഉലമ വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയെടുത്ത് കെട്ടിമാനി മുസ്ലിയാർ തന്റെ അവസാന നിമിഷം വരെ സമസ്ത പറഞ്ഞ് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് നടന്നു നീങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, അവര് നമ്മളോട് പറയുന്നത് ഈ വടി ഹഖാണ്, ഈ വടി സത്യമാണ്, അതാണ് ആദർശം എന്ന് പറയുന്നത്, അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതാണോ ശരി, ഇതാണോ ശരി എന്ന് വർത്തമാന യുവാക്കളും രക്ഷിതാക്കളും ആലോചിക്കരുത്. സമസ്ത അത് ഹഖാണ്, അത് ത്വരീഖത്ത് ക്ലിയർ ആണ്. അതാണ് ഫാത്തിഹയിലെ പ്രാർത്ഥനയുടെ ഉത്തരം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ വഴിയെ നടക്കുക. വസാബിഖൂനൽ അവ്വലൂന
الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അതാണ് മനോഹരമായ പാത പ്രവാചകർ കൈമാറിക്കൊടുത്തു സ്വഹാബത്തിന്. അവര് തിരിഞ്ഞയിടത്തേക്ക് പോയി ലോകത്ത് അവർ പ്രചരിപ്പിച്ചു. അവര് താബിഈങ്ങൾക്ക് കൊടുത്തു, അവര് താബിഈങ്ങൾക്ക് കൊടുത്തു. അത് വരക്കല തങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. അത് കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഇന്ന് നമ്മളുടെ രോമാഞ്ചമായ നമ്മളെ പ്രതീക്ഷയായ ഈ ഉമ്മത്തിന്റെ കപ്പിത്താൻ മഹാനായ സയ്യിദുൽ ഉലമയും ആലിക്കുട്ടി ഉസ്താദും നേതൃത്വം നൽകുന്ന ആ പ്രസ്ഥാനത്തിൽ നമ്മൾ നിലനിൽക്കുന്നിടത്ത് അതാണ് അഹ്ലുസ് സുന്ന. അതിലടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിപ്പിച്ച് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.